ലാലേട്ടൻ വന്ന് പോയതിനു ശേഷം അൻസിബയും ഋഷിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അൻസിബ പറയുന്നുണ്ട്, ഞാൻ നല്ലൊരു വ്യക്തിയാണെന്നാണ് ഞാൻ ഇത്രയും നാളും കരുതിയിരുന്നത്, പക്ഷെ ഞാൻ ഇത്രയും മോശമായിട്ടുള്ള ഒരു ആളാണെന്ന് എനിക്കിപ്പോഴാണ് തിരിച്ചറിയാൻ കഴിഞ്ഞത് എന്ന് അൻസിബ പറയുന്നുണ്ട്. അപ്പൊ ഋഷി പറയുന്നുണ്ട്, നീ അതൊന്നും കാര്യമാക്കണ്ട, നല്ല കാര്യങ്ങൾ മാത്രം മനസ്സിലേക്ക് എടുത്താൽ മതി, ചീത്തയായിട്ടുള്ളതൊക്കെ അങ്ങോട്ട് കള എന്ന് പറയുന്നുണ്ട് ഋഷി. അപ്പൊ എടുത്ത വഴിക്ക് അൻസിബ ചോദിക്കുന്നുണ്ട് ഋഷിയുടെ അടുത്ത്, അതിന് നല്ലതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അവിടെ അൻസിബ. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ അവിടെ ഋഷിയെയും അൻസിബയെയും നിർത്തി പൊരിച്ചിരുന്നു. ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. ഇത്രയും നാളും അൻസിബയെ ഒരു കാര്യത്തിലും ലാലേട്ടൻ ചോദ്യം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഒരു കാര്യവും അവിടെ അൻസിബയുടെ അടുത്ത് ദേഷ്യപ്പെടുന്നതും നമ്മൾ കണ്ടിട്ടില്ല. അതിനൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇത്തവണ വന്ന സമയത്ത് പവർ റൂമിൽ കയറിയതിന് ശേഷം അൻസിബ ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങളും അതുപോലെ തന്നെ ഋഷിയുടെ അവിടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അൻസിബയാണ് എന്നുള്ള ഒരു കാര്യമാണ് ലാലേട്ടൻ അവിടെ എടുത്തു ചോദിച്ചത്. പിന്നെ എന്തുകൊണ്ട് ജാസ്മിൻ വിളിച്ചപ്പോൾ അവിടെ വന്നിരുന്നില്ല എന്നൊരു ചോദ്യം. അങ്ങനെ പല കാര്യങ്ങളും അവിടെ അൻസിബയുടെ അടുത്ത് എടുത്തു ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അൻസിബയ്ക്ക് ഒരുപാട് നെഗറ്റീവ് അടിച്ചു എന്നുള്ള കാര്യം ഷുവറാണ്. അൻസിബ ചെയ്യുന്നതെല്ലാം ശരിയാണോ എന്നൊരു കൺഫ്യൂഷൻ അൻസിബയ്ക്ക് വന്നു എന്നുള്ളതാണ്. അതാണ് അൻസിബയും ഋഷിയും പിന്നീട് അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നത്. അവിടെ അൻസിബ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇത്രയും നാളും വിചാരിച്ചിരുന്നത് ഞാൻ നല്ലൊരാളാണ് എന്നാണ്, സ്വയം നല്ലതാണ് എന്നുള്ളൊരു തോന്നലായിരുന്നു അൻസിബയ്ക്ക് ഉണ്ടായിരുന്നത്. ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്നൊരു തോന്നലും. ഇപ്പോൾ ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയല്ല, ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളൊരു ഡൗട്ട് ഇപ്പോൾ അൻസിബയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ്. ഇനി അൻസിബ എന്ത് ചെയ്യുമ്പോഴും ഒന്ന് ആലോചിച്ചേ ചെയ്യുള്ളൂ. ആ ഒരു കാര്യം തന്നെയായിരിക്കണം ബിഗ് ബോസ് ഉദ്ദേശിച്ചതും, അതിനുവേണ്ടി തന്നെയായിരിക്കണം ബിഗ് ബോസ് അങ്ങനെ ഒരു കാര്യം വീക്കെൻഡ് എപ്പിസോഡിൽ അൻസിബയുടെ അടുത്ത് ചോദ്യം ചെയ്തതും.